നമ്മുടെ ലിക്വിഡ് ഡോസേജ് ഫോംസിനകത്ത് മിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ആഡ് ചെയ്യുക. റേഷ്യോ വരുന്നുണ്ട്, ഒരു കണ്ടിന്യൂസ് ഫേസും ഉണ്ടാവും. റേഞ്ചസ് ഫ്രം 0.1. അപ്പൊ നമ്മൾ ഇമൾഷന്റെ ഡെഫിനിഷൻ നോക്കി. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജീസ് അക്കാഡമി. അപ്പോ എങ്ങനെ പോണു പഠിത്തമൊക്കെ? നല്ല രീതിക്ക് പോകുന്നെന്ന് പ്രതീക്ഷിക്കണു. നന്നായിട്ടൊക്കെ പഠിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമൾഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ബൈഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോംസ്. നമ്മുടെ ലിക്വിഡ് ഡോസേജ് ഫോംസിനകത്ത് മോണോഫേസിക്കും വരുന്നുണ്ട്, ബൈഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോം വരുന്നുണ്ട്. അപ്പൊ അതിൽ ബൈഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോംസിനകത്ത് രണ്ടെണ്ണം വരുന്നുണ്ട്. സസ്പെൻഷൻസും വരുന്നുണ്ട്, ഇമൾഷൻസും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇതാണ് ഇമൾഷൻ. അപ്പൊ ഇമൾഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് എന്തായിരിക്കും? രണ്ട് ഫേസ് ഉണ്ട് അല്ലെ? അതായത് ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസും ഉണ്ടാവും, ഒരു കണ്ടിന്യൂസ് ഫേസും ഉണ്ടാവും. അപ്പം അത് തന്നെയാണ് നമ്മുടെ എമൾഷൻ എന്ന് പറഞ്ഞത്. ബൈഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോം ആണ്. അതായത് ഒരു ഫേസ് നമ്മുടെ മൈന്യൂട്ട് ഗ്ലോബ്യൂൾസ് പോലെ, നമ്മുടെ ഡ്രോപ്ലെറ്റ്സ് പോലെ ഡിസ്പേഴ്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. അതിനെ നമ്മൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയും. അത് ഈ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഏത് ഫേസിലാണോ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആയി കിടക്കുന്നത് ആ ഒരു ഫേസിന് നമ്മൾ കണ്ടിന്യൂസ് ഫേസ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയും. അപ്പൊ അത്രയും പോയിന്റ്സ് ആണ് നമ്മൾ എന്തിനകത്ത് ഓർക്കുക? ഡിസ്പേർഷനകത്ത് നമ്മൾ ഓർക്കേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. പിന്നെ ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കാണ്. റിപ്പീറ്റഡ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇമൾഷൻസ് എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് ടൈപ്സ് ഓഫ് ഇമൾഷൻസ് ഉണ്ട്, അതുപോലെ ലൈക്ക് റേഷ്യോ വരുന്നുണ്ട്. ഗം അക്കേഷ്യ, ഓയിൽ വാട്ടർ റേഷ്യോ വരുന്നുണ്ട്. അത് കുറെ തവണ ചോദിച്ചിട്ടുണ്ട്. സ്റ്റെബിലിറ്റി പ്രോബ്ലംസ് കുറെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പൊ നമ്മൾ എമൾഷൻസിൽ ഡീൽ ചെയ്യുന്ന കണ്ടന്റ്സ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. സോ ഏതൊക്കെ കണ്ടന്റ്സ് ആണ്? സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഇമൾഷൻ, ബേസിക് ഇൻട്രൊഡക്ഷൻ, ദെൻ അതുപോലെ വരുന്നത് emulsion different types, then the advantages, disadvantages, identification test for emulsions. Okay, so definition. ഒരു emulsion എന്താണ്? അപ്പോൾ definition നമുക്ക് നോക്കാനുണ്ട്. Then types of emulsions, advantages, disadvantages, identification test, ഏത് ഇമൾഷൻ ആണെന്നുള്ളത്. അപ്പൊ അതിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്, ഫോർമുലേഷൻ, ക്ലാസിഫിക്കേഷൻ, ദെൻ സ്റ്റെബിലിറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമൾഷൻസിനകത്ത് നോക്കാനുള്ളത്. ദാറ്റ്സ് ദ ഡെഫിനിഷൻ, ടൈപ്സ് ഓഫ് ഇമൾഷൻസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ഫോർമുലേഷൻ ഓഫ് ഇമൾഷൻ, ദെൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇമൾഷൻസ്, അതിന് പിന്നെ നമ്മൾ അതിന്റെ സ്റ്റെബിലിറ്റി പ്രോബ്ലംസ്. ഇത്രയാണ് നമുക്ക് ഇമൾഷൻസിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്സ്. സോ നമുക്കധികം ലാഗ് അടുപ്പിക്കേണ്ട, നമുക്ക് നേരെ എന്താണ് ഇമൾഷൻസ് എന്നുള്ളത് നോക്കാം. So an emulsion is a biphasic liquid preparation containing two immiscible liquids, one of which is dispersed as minute globules into the other. അതായത് ഇമ്മിസിബിൾ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? രണ്ടും തമ്മിൽ ചേർന്ന് പോവാത്തത് അല്ലെ? അതായത് രണ്ട് ഫേസും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസോൾവ് ആയി പോകുന്നു. അല്ലെങ്കിൽ മിസിബിൾ ആണെങ്കിൽ രണ്ടും കൂടി ജോയിൻ ചെയ്ത് നമുക്ക് ഒരൊറ്റ ഫേസ് ആയിരിക്കും കിട്ടുക. ഫോർ എക്സാമ്പിൾ മോണോഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോംസ് നമുക്ക് അറിയാം അല്ലെ? സിറപ്പ് ഉണ്ട്, സൊല്യൂഷൻസ് ഉണ്ട്, എലിക്സിയേഴ്സ് ഉണ്ട്. സോ അതൊക്കെ എന്താണ്? ഡിഫറെന്റ് ഫോംസ് ഓഫ് മോണോഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോംസ് ആണ്. മോണോഫേസിക്കില് കംപ്ലീറ്റ്ലി മിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ആഡ് ചെയ്യുക. പക്ഷേ നമുക്കിവിടെ എന്താണ്? ബൈഫേസിക് ആണ്, വിച്ച് മീൻസ് രണ്ടും തമ്മിൽ ചേർന്ന് പോകത്തില്ല. രണ്ട് സെപ്പറേറ്റ് ലെയേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ചേർന്ന് പോവാത്ത ടൈപ്പുള്ള ഡോസേജ് ഫോംസിനെയാണ് നമ്മൾ ഇവിടെ എമൾഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ ബൈഫേസിക് ലിക്വിഡ് പ്രിപ്പറേഷൻ കണ്ടെയ്നിങ് ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ്. രണ്ടും തമ്മിൽ ചേർന്ന് പോകത്തില്ല, അതാണ് ഇമ്മിസിബിൾ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. വൺ ഓഫ് വിച്ച് ഇസ് ഡിസ്പേഴ്സ്ഡ് ആസ് മൈന്യൂട്ട് ഗ്ലോബ്യൂൾസ്. ഒരു ഫേസ് ഏതായിരിക്കും? നമുക്ക് ഒരു ഫേസിനെ ഫേസ് 1 എന്ന് എടുക്കാം. അതെങ്ങനെയാണ്? ഡ്രോപ്ലെറ്റ്സ് പോലെ അല്ലെങ്കിൽ ഗ്ലോബ്യൂൾസ് പോലെ ആയിരിക്കും. ഈ നമ്മളൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഈ വെള്ളത്തിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണെങ്കിൽ രണ്ടും കൂടി മിക്സ് ആവില്ല. ആ എണ്ണ ചെറിയ ചെറിയ ഇങ്ങനെ ഒരു പാട പോലെ അല്ലെങ്കിൽ ചെറിയ ഗ്ലോബ്യൂൾസ് പോലെ ആ വെള്ളത്തിന്റെ സർഫസിൽ ഇങ്ങനെ കിടക്കും. അപ്പൊ അതുപോലെ ഒരു ലിക്വിഡ് എന്താണ്? ഇറ്റ് ഈസ് ഡിസ്പേഴ്സ്ഡ് ആസ് മൈന്യൂട്ട് ഗ്ലോബ്യൂൾസ് ഓർ ഡ്രോപ്ലെറ്റ്സ് ആൻഡ് ദാറ്റ് ഫേസ് ഇസ് നോൺ ആസ് ഡിസ്പേഴ്സ്ഡ് phase. നമ്മൾ അതിനെ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയും. ദ ലിക്വിഡ് വിച്ച് ഇസ് കൺവേർട്ടഡ് ടു മൈന്യൂട്ട് ഗ്ലോബ്യൂൾ ഇസ് നോൺ ആസ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. അതുപോലെ ഏത് ഫേസിന്റെ പുറത്താണോ അല്ലെങ്കിൽ ഏത് ലിക്വിഡിന്റെ പുറത്താണോ ഈ ഗ്ലോബ്യൂൾസ് ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ളത് നമ്മൾ അതിനെ എന്തെന്ന് പറയും? കണ്ടിന്യൂസ് ഫേസ്. ഓക്കെ, അപ്പൊ അതാണ് ആ രണ്ട് ഫേസുകൾ.
പിന്നെ ഈ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് പോവാത്തതുകൊണ്ടേ നമുക്ക് കുറെ നേരം ഈ ഇമൽഷനെ അങ്ങനെ തന്നെ സ്റ്റേബിൾ ആക്കി വെക്കാൻ പറ്റത്തില്ല. അപ്പൊ വേറെ രീതി പറയുകയാണെങ്കിൽ തെർമോഡൈനാമിക്കലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡോസേജ് ഫോമാണ് ഇമൽഷൻ. കാരണം ഇത് രണ്ടും ഇങ്ങനെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്മിസിബിൾ ആണല്ലോ. അപ്പൊ ഇമ്മിസിബിൾ ആയതുകൊണ്ട് നമ്മൾ കുറെ നേരം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ചിലപ്പോ ഇതിനകത്ത് ഒരു ഫേസ് ഫ്ലോട്ട് ചെയ്ത് മുകളിലോട്ട് പോവാം, അല്ലെങ്കിൽ രണ്ടും കൂടി ചില വലിയ വലിയ ഗ്ലോബ്യൂൾസ് ആയിട്ട് ചിലപ്പോൾ ഫോം ചെയ്ത് മാറാം. അപ്പൊ അതൊക്കെ എന്താ ഒരു കൈൻഡ് ഓഫ് സ്റ്റെബിലിറ്റി പ്രോബ്ലംസ് ആണ്. അപ്പോ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും ഓർക്കുക, ഈ എമൽഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇറ്റ് ട്രൈസ് ടു സിറ്റ് ഇൻ എ വെരി ലോ എനർജി. ഹൈ എനർജി ആണെങ്കിൽ സ്റ്റെബിലിറ്റി ആയിട്ട് നമുക്ക് ഭയങ്കര എനർജി ആണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടക്കും അല്ലെ. അതുപോലെ തന്നെയാണ് എമൽഷൻ. അത് ഒരിക്കലും അങ്ങനെ ലൈക്ക് ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര അടങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പ് അല്ല. പെട്ടെന്ന് അതിന്റെ സ്റ്റെബിലിറ്റി നഷ്ടമാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഹൈലി അൺസ്റ്റേബിൾ ആണ്. അപ്പൊ നമ്മൾ അതിനെ സ്റ്റെബിലിറ്റി സ്റ്റേബിൾ ആക്കണം. അങ്ങനെ ഒരു സ്റ്റേബിൾ എമൽഷൻ ഫോം ചെയ്യണമെങ്കിൽ വി മസ്റ്റ് ആഡ് വാട്ട്, നമ്മൾ എമൽസിഫിക്കേഷൻ ഏജന്റ് അല്ലെങ്കിൽ എമൽസിഫൈങ് ഏജന്റിനെ നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെ ഒരു എമൽസിഫൈങ് ഏജന്റിനെ ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു എമൽഷന് സ്റ്റെബിലിറ്റി കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാല് ഇത് ഇങ്ങനെ ഇമ്മിസിബിൾ ആയതുകൊണ്ട് നമ്മുടെ ഇമൽഷന്റെ സർഫസിൽ ഹൈ ഇന്റർഫേഷ്യൽ ടെൻഷൻ ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഹൈ ഇന്റർഫേഷ്യൽ ടെൻഷൻ. അപ്പൊ നമ്മളൊരു എമൽസിഫൈങ് ഏജന്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവർ എന്ത് ചെയ്യും, ഈ ഇന്റർഫേഷ്യൽ ടെൻഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കും. ഇന്റർഫേഷ്യൽ ടെൻഷനെ റെഡ്യൂസ് ചെയ്യും എങ്ങനെയാണ്? ദാറ്റ് മീൻസ് ദീസ് എമൽസിഫൈങ് ഏജന്റ് ഫോംസ് എ പ്രൊട്ടക്റ്റീവ് ഫിലിം. ആ ഒരു അതായത് നമ്മുടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഉണ്ടല്ലോ, ഡ്രോപ്ലെറ്റ്സ് ഉണ്ട്, അതിന്റെ പുറമെ ആയിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഫിലിം ഫോം ചെയ്യും. അങ്ങനെയാണ് അതിന് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ദി emulsification agent. So this immiscible liquids cannot be dispersed for long time. So we will add emulsifying agent. This emulsifying agent is also known as emulsification agent or emulgens. Okay, emulgens എന്നും പറയാം, emulsifiers എന്ന് വേണമെങ്കിൽ പറയാം, emulsifying agents എന്ന് വേണമെങ്കിലും പറയാം. ഇനി അടുത്ത നിങ്ങൾ ഓർക്കേണ്ടത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള വേറൊരു പോയിന്റ് ആണ് ഈ എമൽഷൻ എടുത്താലും സസ്പെൻഷൻ എടുത്താലും അതിന്റെ പാർട്ടിക്കിൾ സൈസ്, അല്ലെങ്കിൽ ഇപ്പൊ എമൽഷന്റെ കേസ് ആണെങ്കിൽ ഗ്ലോബ്യൂളിന്റെ സൈസ് ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓർക്കുക, ഫാർമസ്യൂട്ടിക്കൽ യൂസിന് വേണ്ടിയിട്ടുള്ള എമൽഷൻ ആണെങ്കിൽ അതിന്റെ ഗ്ലോബ്യൂൾസിന്റെ സൈസ് റേഞ്ചസ് ഫ്രം 0.1 to 100 മൈക്രോമീറ്റർ. ഓക്കെ, 0.1 to 100 മൈക്രോമീറ്ററിനകത്താണ് ഫാർമസ്യൂട്ടിക്കൽ യൂസിന് വേണ്ടിയിട്ടുള്ള എമൽഷൻസിന്റെ ഗ്ലോബ്യൂൾ സൈസ്. ആൻഡ് ഇൻ അതർ കേസ്, അതായത് നോർമലി അതിന്റെ ഗ്ലോബ്യൂൾ സൈസ് എത്രയാണ്? 0.25 to 25 മൈക്രോമീറ്റർ. നോർമലി എത്രയാണ്? 0.25 to 25 മൈക്രോമീറ്റർ ആണ് ജനറലി വരിക. ഫാർമസ്യൂട്ടിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ എമൽഷന്റെ ഗ്ലോബ്യൂൾ സൈസ് എത്രയായിരിക്കണം? 0.1 to 100 മൈക്രോമീറ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തത് എന്താണ്? നമുക്ക് ഈ എമൽഷനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് ഗ്ലോബ്യൂൾ സൈസ് നമ്മൾ പറഞ്ഞു 0.25 to 25 മൈക്രോമീറ്റർ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഗ്ലോബ്യൂൾസിന്റെ സൈസിന്റെ അതിന്റെ ഒരു ഡയമീറ്റർ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ എമൽഷൻസിന് കോഴ്സ് എമൽഷൻ, ഫൈൻ എമൽഷൻ, മൈക്രോ എമൽഷൻസ് എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ കോഴ്സ് എമൽഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻ ദ സെൻസ് മീൻസ് ലാർജ് അല്ലെ. അപ്പൊ ഗ്ലോബ്യൂളിന്റെ സൈസ് ഭയങ്കര ലാർജ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടുന്ന എമൽഷനെ നമ്മൾ എന്തെന്ന് പറയും? കോഴ്സ് എമൽഷൻസ് എന്ന് പറയും. Okay, the emulsion in which the globule size is larger, then it is known as coarse emulsion. ഇനി അതേസമയം ആ ഒരു ഗ്ലോബ്യൂൾ അല്ലെങ്കിൽ ആ ഡ്രോപ്ലെറ്റിന്റെ സൈസ് ഒരു 5 മൈക്രോമീറ്ററിൽ താഴെയാണെങ്കിൽ ഓക്കെ, ഇത് കോഴ്സ് എമൽഷൻ നമ്മൾ പറയും. ഗ്ലോബ്യൂൾ സൈസ് ഭയങ്കര ലാർജ് ആയിരിക്കും. അതേസമയം 5 മൈക്രോമീറ്ററിൽ താഴെയാണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും? ഫൈൻ എമൽഷൻ. 5 മൈക്രോമീറ്ററിൽ താഴെ വരുന്ന അത്രയും ഗ്ലോബ്യൂൾ സൈസ്, ആ ഒരു ഡയമീറ്ററിൽ ഗ്ലോബ്യൂൾ സൈസ് വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഫൈൻ എമൽഷൻ എന്ന് പറയും. ഇനി വളരെ ചെറിയ ഡയമീറ്റർ ആണെങ്കിൽ, അതിലും ചെറുതാണെങ്കിൽ നമ്മൾ എന്താ പറയാ? മൈക്രോ എമൽഷൻ. നമുക്കറിയാം മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സ്മോൾ ആയിട്ടുള്ള മൈന്യൂട്ട് ഓർഗാനിസത്തിനെയാണ് അല്ലെ, നമ്മുടെ നേക്കഡ് ഐസ് വെച്ചിട്ട് കാണാൻ പറ്റാത്ത ഓർഗാനിസത്തിനെയാണ് നമ്മൾ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയാം. മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആ ഒരു കാണാൻ പറ്റാത്ത കാര്യങ്ങളെ മാഗ്നിഫൈ ചെയ്ത് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ മൈക്രോസ്കോപ്പ്. സോ മൈക്രോ എമൽഷൻ എന്ന് പറയുമ്പോഴും എന്താണ്? ഗ്ലോബ്യൂൾ സൈസസ് വെരി വെരി സ്മോൾ. ഓക്കെ, ഇനി നമ്മൾ ഈ എമൽഷന്റെ എമൽഷൻ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഓരോ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ
ഈ പ്രിപ്പറേഷൻസ് പഠിക്കുമ്പോഴത്തേക്കും അവിടെ നമ്മൾ പറയുന്നുണ്ട് പ്രൈമറി ഇമൾഷൻ ഒരു വൈറ്റ് കളറിൽ ഫോം ചെയ്തു എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. ആൻഡ് വൈ ദിസ് വൈറ്റ് കളർ ഇസ് ഫോം, എന്തുകൊണ്ടാണ് വൈറ്റ് തന്നെ വരണേ? വൈറ്റ് കളർ ഫോം ചെയ്യാൻ കാരണം ബിക്കോസ് ഓഫ് ദിസ് ഫിനോമിനൻ റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നമുക്കറിയാം അല്ലെ, ഒരു ലൈറ്റ് റേ വന്ന് വീണ് കഴിഞ്ഞാൽ അത് ബെൻഡ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, റിഫ്ലക്ഷൻ. അതുപോലെ ബെൻഡിങ് എവേ ആണെങ്കിൽ, അതായത് ബെൻഡ് ചെയ്ത് ദൂരോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ റിഫ്രാക്ഷൻ എന്നും പറയല്ലോ. ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് ലൈറ്റർ മീഡിയത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുപോലെയുള്ള റിഫ്ലക്ഷനും റിഫ്രാക്ഷൻസും മൂലമാണ് ഈ എമൽഷന് വൈറ്റ് കളർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇമൽഷന്റെ ഡെഫിനിഷൻ നോക്കി, അതിന്റെ പാർട്ടിക്കിൾ സൈസ് നോക്കി, പിന്നെ എമൽസിഫൈങ് ഏജന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നുള്ളത് നോക്കി, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജനറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. മെയിൻ ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം ഇതല്ല, മെയിൻ ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അതിനു മുന്നേ ഗ്ലോബ്യൂൾ സൈസിന്റെ ഡയമീറ്ററിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മളിപ്പോ നോക്കി. കോസ് emulsion, fine emulsion and micro emulsion. Thank you.